ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് സ്കോർപ്പിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണൽ ആയിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ല വെച്ചാൽ ഇമെയിൽ അയക്കാം. അതും അല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്, അവിടെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. അപ്പോൾ എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസ്, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസം, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഹായ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ മാസത്തിൻ്റെ മെസ്സേജസ്. നമ്മൾക്ക് ആദ്യം ഒറക്കിൾ കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒക്ടോബർ മാസത്തിൻ്റെ മെയിൻ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് ഒറക്കിൾ മെസ്സേജസ് എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് ഇവിടെ ഹാർട്ടാണ്. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസം ഡെഫിനറ്റ്ലി ലവിന് വേണ്ടിയിട്ട് നല്ല സമയമാണ്. നല്ല റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ട് നല്ല സമയമാണ്. നെക്സ്റ്റ് എഴുതിയിട്ടുണ്ട് ഇവിടെ ആൻഡ് ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ പാർട്ട്ണർ, അവരുടെ മുകളിലാണ് കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക ഈ മാസം. റിലേഷൻഷിപ്സാണ് കൂടുതൽ ഫോക്കസിലുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാർഡ് ഇവിടെ നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. മൂന്നാമത്തെ കാർഡ് കീ, സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായാലും അതിൻ്റെ ഔട്ട്കം സക്സസ്ഫുൾ ആവും എന്നാണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ് പറയണത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടാരോ കാർഡ്സ് എന്താ പറയണമെന്ന് നോക്കാം. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി ഒക്ടോബർ മാസത്തിൻ്റെ എന്താണ്? ഒക്ടോബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ ടെമ്പറൻസ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ എനർജി? പാസ്റ്റിൽ സൺ. കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ചാലഞ്ച് പൊസിഷനിൽ നിങ്ങൾക്ക് സ്റ്റാർ ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഇവിടെ ഫൂൾ എനർജി. സർപ്രൈസ് ഫാക്ടറിൽ വീൽ ഓഫ് ഫോർച്യൂൺ. ഔട്ട്കം നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ സ്കോർപ്പിയോ ഇവിടെ സാജിറ്റേറിയസ് എനർജി, ടെമ്പറൻസ് എനർജി കാണാണ്ട്. ഇത് ബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ മാസം കുറേ ഒരു ബാലൻസ്ഡ് മാസമായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഇവിടെ ഹീലിംഗിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ ഈ മാസം കുറച്ചുകൂടി ഒരു നല്ല ഹീലിംഗ് എനർജീസ് ഉണ്ടാവും, ബാലൻസ്ഡ് എനർജി ഉണ്ടാവും. അപ്പോൾ ഈ ടെമ്പറൻസ് എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഡെവിൽ എനർജി ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു എക്സ്ട്രീം എനർജി കാണാണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു അൺഹെൽതി എനർജിയിലാണ് പെട്ടുപോയാണ്. ഇത് ഒരു റിലേഷൻഷിപ്പ് ആവാം, ഒരു അൺഹെൽതി റിലേഷൻഷിപ്പ് ആവാം. അതല്ല വെച്ചാൽ കൂടുതൽ പുറത്ത് പോവുക, കൂടുതൽ ഈ പുറത്തുനിന്ന് കഴിക്കുക, ഇല്ല വെച്ചാൽ എന്തെങ്കിലും ഒരു അൺഹെൽതി ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റ് ആവാം, ഇല്ല വെച്ചാൽ ഇമോഷണലി ഒരു അൺഹെൽതി സിറ്റുവേഷനിൽ നിങ്ങൾ ട്രാപ്ഡ് ആണ് വെച്ചാൽ ആ എനർജിയും കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും എന്തോ ഒരു അൺഹെൽതി ഫാക്ടർ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ അതിന് ഈ മാസം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റിലീഫ് കിട്ടും, ഒരു സൊല്യൂഷൻ കാണും നിങ്ങൾക്ക് ഈ മാസം. ഓക്കെ, അപ്പോൾ ഈ ഡെവിൽ എനർജി കാപ്രിക്കോൺ എനർജിയാണ്. 2 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ആലോചിച്ചിരിക്കുകയാണ്. എന്താ ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ടത്,
ടു ഓഫ് വോൺസ് ആ കാർഡാണ്. നിങ്ങൾ ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യണോ, ഫ്യൂച്ചറിലേക്ക് എനിക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടെന്ന് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണോ. അപ്പോൾ സൺ എനർജിയാണ് നിങ്ങളുടെ പാസ്റ്റിൽ കാണുന്നത്. പാസ്റ്റിൽ ഞാൻ കുറേ ഹാപ്പിനെസ് ആണ് കാണുന്നത്, കുറേ അബണ്ടൻസ് ആണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ, കുറേ ഒരു നല്ല എനർജി, ക്ലാരിറ്റിയുടെ എനർജിയാണ് കാണുന്നത്. ലിയോ എനർജിയാണ് ഇവിടെ. എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് വന്നിട്ടുണ്ട്. ഇത് 10 ഓഫ് സോഡ്സിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. എന്തോ ഒരു നിങ്ങൾക്ക് ഈ ഏതോ ഒരു പേഴ്സണിൽ ഒരു സിറ്റുവേഷന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ ഡിസപ്പോയിൻറ്റഡ് ആയി. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ വിചാരിച്ച പോലെ അല്ല ആ സിറ്റുവേഷൻ പോയേ. എസ്പെഷ്യലി നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിൽ വെച്ചാൽ റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇമോഷണലി ഡിറ്റാച്ചായി. എന്താ വെച്ചാൽ അത്രയും നിങ്ങൾക്ക് അത്ര വിഷമമായി ഈ റിലേഷൻഷിപ്പിൽ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ. അതുകൊണ്ട് നിങ്ങൾ കുറേ ഒരു പ്രാക്ടിക്കൽ മൈൻഡഡായി. ഇമോഷൻസ് ഒട്ടും നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു എനർജി, ടോട്ടലി നിങ്ങൾ ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളും ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ വഴക്കുണ്ടായി. അതല്ല ഈ പേഴ്സൺ നിങ്ങളെ ചതിച്ച മാതിരി ഒരു റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത മാതിരി ഒരു ഫീലിംഗ് ഉണ്ടായി നിങ്ങൾക്ക്. 2 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജി. അപ്പോൾ കറണ്ട് എനർജിയിൽ ഞാനൊരു ലവ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ 2 ഓഫ് കപ്സ് ഇവിടെ? അപ്പോൾ ആ സിറ്റുവേഷനിലും ഞാൻ കാണുന്നത് നെഗറ്റിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത് വേറെ ആൾക്കാരുടെ നെഗറ്റിവിറ്റി ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് തന്നെ കുറേ നെഗറ്റീവ് എനർജീസ് ഞാൻ കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ഈ റിലേഷൻഷിപ്പിൽ കുറേ വഴക്കുണ്ടായിരുന്നു. പക്ഷേ ഈ മാസം ഒരു പോസിറ്റീവ് എനർജി കാണാണ്ട് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ടാവും ഈ മാസം. ആൻഡ് ഇവിടെ ഒരു റീകൺസിലിയേഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കുറേ ഗ്രൗണ്ടഡ് എനർജി കാണുന്നുണ്ട്, ഒരു സ്റ്റേബിൾ എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ആൻഡ് ഇവിടെ വേൾഡ് ഉണ്ട്. എന്താണ് ഈ ക്വീൻ ഓഫ് വോൺസും ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്? രണ്ട് വേറെ എനർജീസാണ് ഇത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ സ്ലോ മൂവിങ് എനർജിയിലാണ്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. പക്ഷേ ആദ്യം ഇവിടെ ഒരു എന്താ പറയുക, ഒരു ബിട്രിയലുടെ എനർജി തന്നെ ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പാസ്റ്റിലുണ്ടായ കാര്യം ആദ്യം ഇവിടെ ഫ്യൂച്ചറിൽ സെയിം കാർഡ് വന്നിരിക്കുന്നു. ഇവിടെ ഞാൻ ഒരു എൻഡിങ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ ഒരു ഡിസപ്പോയിൻറ്റ്മെൻറ്റിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം സ്റ്റാർ എനർജി. സ്റ്റാർ ഒരു ഹീലിംഗിൻ്റെ എനർജിയാണ്, പക്ഷെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയും കൂടിയുമാണ്. അതാണ് നിങ്ങളുടെ ചാലഞ്ച്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം ഇത്രയും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായി. അതിൻ്റെ മുമ്പും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, എന്തോ ശരിയായിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഒട്ടും ഒരു ഹോപ്പ് ഇല്ലാത്ത എനർജിയിലാണ് നിങ്ങൾ. ജസ്റ്റിസ്, നിങ്ങൾക്ക് കർമ്മ വേണം എന്നുണ്ട്, പക്ഷേ ഇവിടെ നിങ്ങൾ ടോട്ടലി ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു ചാൻസും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്, ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുക, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, എല്ലാം ശരിയാവും എന്നാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതൊരു ആദ്യം ഒരു ലവ് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് കോമ്പറ്റീഷനാണ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് എനർജി വിഡ്രോ ചെയ്ത് വെക്കാനാണ് പറയണത്. ഈ സമയത്ത് നിങ്ങൾക്കൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ പറ്റുള്ളൂ ആൻഡ് മുമ്പോട്ട് പോവുക. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചേഞ്ച് ഓഫ് ടൈം ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ഒരു എന്തോ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ ടോട്ടലി ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത് ഇവിടെ. പക്ഷേ യൂണിവേഴ്സ് പറയണത് ഈ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആണ് യൂണിവേഴ്സ് പറയണത്. 2 ഓഫ് സോഡ്സ് ഇവിടെ ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ.
ആൻഡ് എംപ്രർ എനർജി ഉണ്ട്. അപ്പോൾ എംപ്രർ എനർജി ഇവിടെ ഞാൻ കാണുന്നത് ഒരു ഏരീസ് എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ട്, എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഇമോഷണൽ സൈഡ് എന്തോ പറയണോ, നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് എന്തോ പറയണോ. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ആവാം. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇവിടെ. എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ 10 ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഹാപ്പി റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. എംപ്രസ് ഉണ്ട്, പക്ഷേ ഇവിടെ എന്തോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ എംപ്രറും എംപ്രസ് ഒരു ഡിവൈൻ പെയറാണ്. ആൻഡ് ഇവിടെ ഡെത്ത് എനർജി നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആൻഡ് ഇതിൽ നിങ്ങൾ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിനെ വിട്ടു പോവുണ്ടാവുക ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങളെയാണ് യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണത്. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഫ്യൂച്ചർ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടായ നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് മൂവ് ഓൺ ചെയ്യാനാണ് പറയണത്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഏരീസ് എനർജി ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേജർ സൈൻസ് ഇവിടെ ഉള്ളത്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്ങും മെസ്സേജ്, ഒക്ടോബറുടെ മെസ്സേജ്. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസത്തിൻ്റെ യൂണിവേഴ്സ് മെസ്സേജ് തരണത്. അപ്പോൾ ഇത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.